ഹായ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ട്സ് കട്ടിങ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്കത് ബോറിങ് ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു മുട്ട ബജിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ സ്റ്റൈലിൽ, അതായത് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുട്ട ബജിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട പുഴുകി കഴിഞ്ഞ് നമുക്കിത് 2 പീസാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 5 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളധികം ആളൊന്നും ഇല്ലല്ലോ, ആകെ 4-5 പേരല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ 5 മുട്ട എടുത്തിട്ടുണ്ട്, അത് 2ആക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങോട്ട് ബജി ചെയ്യല്ല കേട്ടോ, നമ്മളിതിൻ്റെ ഉള്ളിൽ ഒരു ചമ്മന്തി പോലെ ചെയ്തിട്ടാണ് നമ്മൾ ബജിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്, പുതിന എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, ഇത്രയും സാധനം എടുത്തിട്ട് ഒരു ചമ്മന്തിയായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് മുട്ടയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ്, ഇതാണ് നമ്മൾ ബജിയാക്കിയിട്ട് ചെയ്യുന്നത്. അല്ലാതെ നോർമലി മുട്ട പൊരിച്ചിട്ട് അങ്ങനെ മാവിൽ മുക്കിയിട്ട് പൊരിക്കുകയല്ല, അതൊരു ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചമ്മന്തി അതിൽ മിക്സ് ചെയ്തിട്ട് മാവിൽ മുക്കി പൊരിച്ചിട്ട് അത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മുട്ട മുക്കി പൊരിക്കാനുള്ള മാവാണ് റെഡിയാക്കേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്നത് കടലമാവാണ്. കടലമാവ് മാത്രമായിട്ടല്ല, കുറച്ച് മൈദ കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈദ ആഡ് ചെയ്ത, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാവാതെ കുറച്ച് തിക്കായിട്ടുള്ള മാവാക്കിയിട്ട് എടുക്കണം. അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ മുക്കുമ്പോൾ ഒലിച്ച് പോവുള്ളൂ. അപ്പോൾ നല്ല തിക്കാക്കി എടുത്താലാണ് മുട്ട മുക്കുമ്പോൾ അത് മാവ് അതിനോട് മേലെ നന്നായിട്ട് പിടിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം ലൂസാവാതെ നല്ല തിക്കാക്കിയിട്ട് മാവ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ മുട്ട ബജി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടല്ലോ, എല്ലാ സ്ഥലത്തും മാവായിട്ടുണ്ട്. ആ ഒരു മാവ് അത്രയും തിക്കായിട്ട് ചെയ്ത കാരണമാണ് മുട്ടയുടെ മേലെ അത്രയും പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മളെ ബജിയും മുട്ട ബജിയും ഫ്രൂട്ട്സും എല്ലാം റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.